ഉത്സവങ്ങളിലെ വർണ്ണവിസ്മയമായ വെടിക്കെട്ടുകൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്കാണ് വഴിമാറുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള മത്സര കമ്പങ്ങൾ കേരളത്തിൽ ഇതുവരെ കവർന്നത് 400-ലധികം ജീവനുകളാണ്. ആനന്ദമാകേണ്ട ആഘോഷങ്ങൾ എങ്ങനെ തീരാ കണ്ണീരായി മാറുന്നു എന്ന് പരിശോധിക്കുന്ന അനുരു അശോകന്റെ റിപ്പോർട്ടിലേക്ക്. ആഘോഷങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ കേരളം എപ്പോഴും മറന്നുപോകുന്ന ഒരു കണക്കുണ്ട്. കരിമരുന്നിൻ്റെ ഗന്ധത്തിനൊപ്പം അലിഞ്ഞു ചേർന്ന മനുഷ്യരക്തത്തിൻ്റെ കണക്ക്. കഴിഞ്ഞ 100 വർഷത്തിനിടെ നമ്മുടെ മണ്ണിൽ കരിമരുന്ന് കവർന്നെടുത്തത് 470-ലധികം ജീവനുകളാണ്. അതായത് ഓരോ വർഷവും ഉത്സവപ്പറമ്പുകളിൽ പൊലിയുന്ന മനുഷ്യരുടെ കണക്ക് ശരാശരി 9-നടുത്താണ്. കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2016 ഏപ്രിൽ 10-ന് കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായത്. മത്സരിച്ച് പൊട്ടിയ കരിമരുന്ന് ശകലങ്ങൾ കമ്പപ്പുരയ്ക്ക് മുകളിലേക്ക് വീണപ്പോൾ നിമിഷനേരം കൊണ്ട് 110 ജീവനുകളാണ് കത്തിയമർന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലക്ക് ലംഘിച്ച് നടത്തിയ ആ വാശിയേറിയ മത്സരക്കമ്പം 300-ലേറെ പേരെ നിത്യരോഗികളാക്കി മാറ്റി. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും തകർത്തെറിഞ്ഞ വെടിക്കെട്ടിൻ്റെ ആഘാതത്തിൽ നിന്ന് പരവൂർ ഇന്നും പൂർണ്ണമായി മുക്തമായിട്ടില്ല. 180ഓളം വീടുകൾക്കാണ് അന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 1929 പരവൂർ മീനഭരണി ആഘോഷത്തിനിടെ കവർന്നെടുത്ത 4 ജീവനുകളിൽ തുടങ്ങിയ ആ കറുത്ത ചരിത്രം ഇന്നും തുടരുന്നു. 1952 ശബരിമലയിൽ 70 പേർ വെടിക്കെട്ടപകടത്തിൽ മരിച്ചു. 1984 കണ്ടശാങ്കടവിൽ 20 പേർ, 87 വേലൂരിൽ 20 പേർ, 90 മലനടയിൽ 26 പേർ. ഈ പട്ടിക ഇങ്ങനെ നീളുന്നു. ഏറ്റവും ഒടുവിൽ തൃശൂർ മുണ്ടത്തിക്കോട്ടും അപകടം ആവർത്തിക്കുമ്പോൾ കേരളം പഠിക്കാത്ത പാഠങ്ങളുടെ വലിയൊരു പട്ടികയാണ് നമുക്ക് മുന്നിലുള്ളത്. കമ്പമില്ലെങ്കിൽ ഉത്സവമില്ല എന്ന സംഘാടകരുടെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകുന്നത് 100 കണക്കിന് മനുഷ്യജീവനുകളാണ്. എന്തുകൊണ്ട് ഈ അപകടങ്ങൾ ആവർത്തിക്കുന്നു എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് ഗൗരവമായ സുരക്ഷാ വീഴ്ചകളിലേക്കാണ്. ലൈസൻസ് ഇല്ലാത്ത കേന്ദ്രങ്ങളിലെ നിർമ്മാണം, ശാസ്ത്രീയമല്ലാത്ത വെടിമരുന്നു മിശ്രിതം, തൊഴിലാളികളുടെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളീച്ചകൾ എന്നിവ ഇന്നും തുടരുന്നു. 2006 തൃശൂർ പൂരം വെടിക്കെട്ടപകടത്തിൽ 7 പേർ മരിച്ചിട്ടും 20 വർഷങ്ങൾക്കിപ്പുറം 2026 നാം അതേ തെറ്റുകൾ ആവർത്തിക്കുന്നു എന്നത് ഒരു നാടിൻ്റെയാകെ പരാജയമാണ്. ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം, അതിൽ തർക്കമില്ല. പക്ഷേ അത് മനുഷ്യജീവനെ പണയപ്പെടുത്തിക്കൊണ്ടാകരുത്. ഓരോ ദുരന്തത്തിന് ശേഷവും അന്വേഷണ കമ്മീഷനുകൾ വരുന്നു, റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്നു. എന്നാൽ അവ നടപ്പിലാക്കാൻ അധികൃതർ ഇനിയും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രീയമായ സുരക്ഷാ സംവിധാനങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിയമപാലനവും ഉണ്ടാകാത്ത പക്ഷം ഓരോ ഉത്സവപ്പറമ്പും മറ്റൊരു പുറ്റിങ്ങലായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. ഇനിയൊരു കണ്ണീർ തുള്ളി കേരളത്തിൻ്റെ മണ്ണിൽ വീഴാതിരിക്കട്ടെ. അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.